ഹായ്, ഞാൻ അനുദീപ്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ UPSC സിവിൽ സർവീസസ് അല്ലെങ്കിൽ കേരള PSC എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഈ ടോപ്പിക് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് കറണ്ട് അഫയേഴ്സിൽ വളരെ പ്രധാനപ്പെട്ട പല അപ്ഡേറ്റുകളും ഈ ഒരു കാര്യത്തിൽ വന്നിട്ടുണ്ട്. പത്രങ്ങളിൽ കത്തി നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മുടെ സിലബസ്, ജുഡീഷ്യറി എന്ന് പറയുന്ന നമ്മുടെ സിലബസിലെ പ്രധാനപ്പെട്ട ഭാഗവുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു വെരി ഹോട്ട് ടോപ്പിക്കാണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. നമ്മൾ ഇന്ന് ആ ടോപ്പിക് ഒന്ന് പരിചയപ്പെടുകയാണ്. വളരെ ഡീറ്റെയിൽഡ് ആയ നോട്ട്സ് നിങ്ങൾക്ക് ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ക്ലാസ്സിലെ ഈ നോട്ട് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ടെലിഗ്രാം കുടുംബാംഗങ്ങളാവാൻ ശ്രമിക്കുക. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നേരെ നമ്മൾ ടോപ്പിക്കിലേക്ക് പോവുകയാണ് അല്ലെ. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് കോടതി അലക്ഷ്യം, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. അതെന്താ? ഒരു ജഡ്ജിയെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജയിലിലാവോ? അല്ലെങ്കിൽ ജുഡീഷ്യറിയെ നമ്മൾ കുറ്റം പറഞ്ഞാൽ നമ്മൾ ജയിലിലാകുമോ? ഇപ്പൊ പലപ്പോഴും ചാനൽ ചർച്ചകളിൽ വരുമ്പോൾ ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്, ഒരു ടോപ്പിക്കിനെ പറ്റി ചോദിക്കുമ്പോൾ അത് കോടതിയുടെ പരിഗണനയിൽ ഉള്ള കാര്യമാണെങ്കിൽ അവരതിനെപ്പറ്റി മിണ്ടത്തില്ല, അല്ലെങ്കിൽ കോടതി ഇലക്ഷൻ ആവുമോ എന്നുള്ള പേടിയാണ്. അടുത്ത കാലത്ത് വളരെ രസകരമായിട്ട് ഞാൻ കണ്ട ഒരു ഇൻസിഡന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൂറിസ്റ്റ് ബസ്സുകൾക്ക് കംപ്ലീറ്റ് ആയും വെള്ള കളർ അടിക്കണം, വെള്ള പെയിന്റ് അടിക്കണം എന്നൊരു ഉത്തരവാദം കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചിരുന്നു. അപ്പോൾ ഒരാൾ ചാനൽ ചർച്ച വന്നിരുന്നു പറഞ്ഞൊരു കാര്യമാണ്, കോടതിയുടെ പണിയെടുത്താൽ പോരെ, എന്തിനാണ് എക്സിക്യൂട്ടീവിന്റെ പണിയെടുക്കുന്നത്? കാര്യം ഇത്തരത്തിലുള്ള ഉത്തരവുകൾ ഇടാനുള്ള അധികാരം എക്സിക്യൂട്ടീവിനാണ്, നിയമനിർമ്മാണം അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിന്റെ ഫംഗ്ഷനാണ്. കോടതിയുടെ പണിയെടുത്താൽ പോരെ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം അവതാരകൻ പറയുന്നുണ്ട്, അത് കണ്ടംപ്റ്റ് ആവും, അതിനെപ്പറ്റി സംസാരിക്കുക എന്നുള്ളൊരു സൂചന കൊടുക്കുന്നുണ്ട്. അപ്പൊ കോടതിയെ പറ്റി നമുക്കൊന്നും പറയാൻ പാടില്ല, അതിനെപ്പറ്റി നമ്മൾ ആഴത്തിൽ ഇറങ്ങി എന്തെങ്കിലും ചർച്ച ചെയ്യാണ്. ജുഡീഷ്യൽ ഓവർ റീച്ച് അല്ലെങ്കിൽ ജുഡീഷ്യൽ ആക്ടിവിസം, അതൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് പോകും. ചുരുക്കി പറഞ്ഞാൽ കണ്ടംപ്റ്റ് എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? അപമാനിക്കൽ എന്നൊക്കെ പറഞ്ഞ മീനിങ് ആണ്. അപ്പൊ ഒരു വ്യക്തിയെ, ഞാനൊരു ഇൻഡിവിജ്വൽ ആണ്, നിങ്ങളൊരു ഇൻഡിവിജ്വൽ ആണ്, നിങ്ങളുടെ അഭിമാനത്തിന് ഹാനികരമായ എന്തെങ്കിലും ഒരു പ്രവൃത്തി മറ്റൊരാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അയാൾക്കെതിരെ ഡീഫമേഷൻ, അപകീർത്തി നടത്തി എന്ന് പറഞ്ഞ കേസ് കൊടുക്കാം. അപ്പൊ എല്ലാ വ്യക്തിയുടെയും മൗലിക അവകാശമാണ് ലിബർട്ടി, ലൈഫ് ആൻഡ് ലിബർട്ടി, ആർട്ടിക്കിൾ 21. അതിൽ റെസ്പെക്ട്ഫുൾ ആയിട്ട് ഡിഗ്നിറ്റിയോട് കൂടി ജീവിക്കാനുള്ള നമ്മുടെ അവകാശം ഭരണഘടന നമുക്ക് ഉറപ്പുവരുന്നുണ്ട്. സോ ഷുഡ് എനി വൺ ട്രൈ ടു എലിനേറ്റ് യു ഫ്രം ദാറ്റ് റൈറ്റ്, നിങ്ങൾ അപമാനിക്കാൻ ശ്രമിക്കുന്നു, നിങ്ങളുടെ പ്രസ്റ്റീജിനെ തകർക്കുന്നു, നിങ്ങൾക്ക് ഡീഫമേഷന് കേസ് കൊടുക്കാം. പാർലമെന്റിന്റെ കേസിലാണെങ്കിലോ, പാർലമെന്റിനെ അപമാനിക്കുന്ന രീതിയിൽ പത്രക്കുറിപ്പുകൾ അല്ലെങ്കിൽ ഭയങ്കര നിഷ്ഠമായിട്ടുള്ള രീതിയിൽ അതിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ പാർലമെന്റിലാണെങ്കിലും സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണെങ്കിലും എന്ത് ചെയ്യാം? പാർലമെന്ററി പ്രിവിലേജസ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് ടോപ്പിക്കിലുള്ളതാണ്, സിവിൽ സർവീസ് ടോപ്പിക്കിലുള്ളതാണ്. അതിനെപ്പറ്റി നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. പാർലമെന്ററി പ്രിവിലേജസ്, പരിഗണനകൾ ഉപയോഗിച്ച് അതിനെ എതിർക്കാനും അയാളെ ശിക്ഷിക്കാനുമുള്ള അധികാരം പാർലമെന്റിനുണ്ട്. അതുപോലെ തന്നെ ജുഡീഷ്യറി, വെദർ ഇറ്റ് ബി സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, സബോർഡിനേറ്റ് ജുഡീഷ്യറി ആയിക്കോട്ടെ, ജില്ലാ കോടതികളായിക്കോട്ടെ, കോടതിയെ ഈ രീതിയിൽ അപകീർത്തിപ്പെടുത്താനോ കോടതിയെ അപമാനിക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ കോടതി അവരുടെ അഭിമാനം സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന മെത്തഡോളജിയാണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, കോടതി അലക്ഷ്യം എന്ന് പറയും. അപ്പൊ കോടതിക്ക് ഇതിന്റെ പേരിൽ കേസ് എടുക്കാൻ പറ്റും. ഒരു ഇൻഡിവിജ്വലിന് ഡിഫമേഷൻ കേസ് കൊടുക്കാൻ പറ്റുന്നത് പോലെ പാർലമെന്റിന് പാർലമെന്ററി പ്രിവിലേജസ് ഉപയോഗിച്ച് അവരുടെ അന്തസ്സ് കാത്തു സംരക്ഷിക്കാൻ പറ്റുന്ന പോലെ കോടതി അവരുടെ പ്രസ്റ്റേജ് അല്ലെങ്കിൽ അവരുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നതാണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുന്ന ഒരു മെത്തഡോളജി. ഇതിനെപ്പറ്റി നമ്മൾ വളരെ വിശാലമായൊന്നും കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 129-ലും 215-ലും ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. അതാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ സവിശേഷത. ഏതാണ്? ഇപ്പൊ സിറ്റിസൺഷിപ്പിനെ പറ്റി കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്, പക്ഷെ അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയ പ്രൊവിഷൻസ് ഒക്കെ സിറ്റിസൺഷിപ്പ് ആക്ടിലാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കുക, കോൺസ്റ്റിറ്റ്യൂഷനിൽ പലപ്പോഴും ഡീറ്റെയിൽഡ് പ്രൊവിഷൻസ് കാണാറില്ല. ഒരു ടോപ്പിക്കിനെ പറ്റി ഇപ്പം ജഡ്ജിയെ റിമൂവ് ചെയ്യുന്നതിനെ പറ്റി കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്, പക്ഷെ ഇംപീച്ച്മെന്റിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് ആക്ടിലാണ്, നിയമത്തിലാണ്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കോൺടെക്സ്റ്റ്. അപ്പൊ നമുക്ക് എന്തായാലും ഏറ്റവും ബേസിക് ലെവൽ മുതൽ ഈ ടോപ്പിക് അങ്ങ് അരച്ചിറങ്ങി പഠിക്കാം. നമ്മളിവിടെ ആദ്യമായി പഠിക്കേണ്ട ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 129. പൊതുവെ എക്സാംസിന് ഈ ആർട്ടിക്കിൾ ചോദിക്കാറില്ല, പക്ഷെ റാങ്ക് മേക്കിംഗ് ആയി വരാൻ സാധ്യതയുള്ള ഒരു ആർട്ടിക്കിൾ ആർട്ടിക്കിൾ 129. ഇതിലാണ് പറയുന്നത്, സുപ്രീം കോർട്ട് ഷാൽ ആക്ട് ആസ് എ കോർട്ട് ഓഫ് റെക്കോർഡ് ആൻഡ് കൺഫേഴ്സ് പവർ ടു പണിഷ് ഫോർ കണ്ടംപ്റ്റ് ഓഫ് ഇറ്റ്സെൽഫ്. കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാകത്തില്ല, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതാണ് ഞാൻ പറയുന്നത്. ഡിഗ്രി ലെവൽ PSC പഠിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ പരിശീലിക്കുക. ഇതിന് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ കോമഡി ആയിരിക്കും. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതായത് സുപ്രീം കോടതി അണ്ടർ ആർട്ടിക്കിൾ 129 ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആയിട്ട് ആക്ട് ചെയ്യും.
എന്താണ് കോർട്ട് ഓഫ് റെക്കോർഡ്? അതായത് സുപ്രീം കോടതിയുടെ ജഡ്ജിമെന്റുകൾ അല്ലെങ്കിൽ മുൻ ഉത്തരവുകളൊക്കെ ഒരു പെർപ്പച്വൽ മെമ്മറിയിൽ സൂക്ഷിച്ചു വെക്കുകയാണ്. അത് പിന്നീടുള്ള ജഡ്ജിമെന്റ്സിനെ സഹായിക്കാൻ വേണ്ടി എവിഡൻസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതിനെ പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, ലൈഫ് ആൻഡ് ലിബർട്ടി ഫണ്ടമെന്റൽ റൈറ്റ് ആണല്ലോ. അപ്പൊ അതിന്റെ പ്രൈവസി ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് പുട്ടുസ്വാമി ജഡ്ജിമെന്റിൽ കോടതി പറയുന്നുണ്ട്. ഒരു കോടതിയുടെ കോർട്ട് ഓഫ് റെക്കോർഡ് ആയതുകൊണ്ട് അത് അവരെ പെർപ്പച്വൽ മെമ്മറിയിൽ അത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഭാവിയിൽ പ്രൈവസി ഫണ്ടമെന്റൽ റൈറ്റ് ആണോ അല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും ഇത് ഉപയോഗിക്കാം. കണ്ടോ, പണ്ട് കോടതി പുട്ടുസ്വാമി കേസിൽ ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അന്ന് പിന്നെ ഇതിനെ തർക്കിക്കാൻ പറ്റത്തില്ല. അത് വന്ന് തെറ്റാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. വൺസ് ജഡ്ജ്മെന്റ് പാസ്സാക്കി ഇറ്റ്സ് എ ലോ ഓഫ് ദ ലാൻഡ്. അതാണ് കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് നമുക്ക് പരീക്ഷയ്ക്ക് വരാം. ഇതുപോലെ തന്നെ ആർട്ടിക്കിൾ 129 എന്ന് പറയുന്ന ഒരു കാര്യമാണ് കോടതിക്ക് അവരുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി കോടതി ആരെങ്കിലും അനാവശ്യമായി ക്രിട്ടിസൈസ് ചെയ്യുകയോ കുറ്റപ്പെടുത്തുകയോ അവഹേളിക്കുകയോ അപകീർത്തിപ്പെടുത്തുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ നേരിടാനായിട്ട് അയാളെ പണിഷ് ചെയ്യാം ത്രൂ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. ഈ രണ്ട് കാര്യങ്ങൾ ആർട്ടിക്കിൾ 129 പറയുന്നുണ്ട്. സുപ്രീം കോടതിയുടെ പെർസ്പെക്റ്റീവിലാണ് ആർട്ടിക്കിൾ 129 ഇതൊക്കെ പറയുന്നതെങ്കിൽ ഹൈക്കോടതിയുടെ പെർസ്പെക്റ്റീവിൽ പറയുന്നത് ആർട്ടിക്കിൾ 215 215. ചേട്ടാ, നമുക്ക് സംസാര സ്വാതന്ത്ര്യം ഇല്ലേ? ആർട്ടിക്കിൾ 19(1)(a) എന്താ പറയുന്നത്? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. നമ്മുടെ മൗലിക അവകാശമാണ് നമ്മുടെ സംസാര സ്വാതന്ത്ര്യം. അപ്പൊ നമുക്ക് സംസാരിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം ഇല്ലേ? കോടതി ഒന്നും പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? ഈ ഒരു സംശയം ചോദിച്ചോട്ടെ. അപ്പൊ എനിക്ക് സംസാര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ കയറി ചീത്ത വിളിക്കാൻ പറ്റൂ? ക്യാൻ ഐ അബ്യൂസ് യു? ലൈക്ക് ക്യാൻ ഐ യൂസ് ഡിഫമേറ്ററി വേർഡ്സ് അഗേൻസ്റ്റ് യു? മോശമാണ്, വളരെ മോശമാണ്. എന്നെ ഇപ്പോഴും ജയിലിനകത്തിടാം. മറ്റേ ചുരുളി സിനിമ കണ്ടിട്ടില്ലേ? അതിനകത്ത് പല സ്ഥലത്തും ടു മൊത്തവും മ്യൂട്ട് ചെയ്തേക്കാണ്. അബ്യൂസീവ് വേർഡ്സ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ എല്ലാ അവകാശങ്ങൾക്കും റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒന്നും ആബ്സല്യൂട്ട് അല്ല. എനിക്കിപ്പോ സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ വീട്ടിൽ ചെന്ന് കയറാൻ നോക്കൂ? ഒരിക്കലും പറ്റത്തില്ല. എല്ലാത്തിനും ലിമിറ്റേഷൻ ഉണ്ട്. അതാണ് ഫണ്ടമെന്റൽ റൈറ്റിനകത്ത് നിങ്ങൾ മനസ്സിലാക്കുന്ന ആദ്യത്തെ കാര്യം. എവറിത്തിങ് ഈസ് റീസണബിളി റെസ്ട്രിക്റ്റഡ്. നമുക്ക് സംസാര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നാളെ എനിക്ക് പാകിസ്ഥാനെ ജയിൽ വിളിച്ച് നടക്കാൻ പറ്റുമോ? നോ. വൈ? റീസണബിൾ റെസ്ട്രിക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങൾക്ക് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ മാന്യമായി ലോജിക്കലായി വിമർശിക്കുന്നുണ്ട്, ഒരു തെറ്റുമില്ല. അത് നമ്മൾ താഴെ പഠിയും. പക്ഷെ അനാവശ്യമായി അകാരണമായി അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. സംസാരിച്ചാൽ നിങ്ങൾ അകത്താവും. കാര്യം നമ്മുടെ ഡെമോക്രസിയെ താങ്ങി നിർത്തുന്ന പ്രധാനപ്പെട്ട തൂണുകളിൽ ഫൗണ്ടേഷണൽ പില്ലേഴ്സിൽ ഒന്നാണ് നമ്മൾ ജുഡീഷ്യറി എന്ന് പറയുന്നത്. പലപ്പോഴും എക്സിക്യൂട്ടീവോ ലെജിസ്ലേച്ചറോ ഒക്കെ നമ്മളെ എന്താ പറയാ ഡിസപ്പോയിന്റ് ചെയ്താലും കോടതി നമ്മുടെ പലപ്പോഴും ജനങ്ങളുടെ അവകാശത്തിന് വേണ്ടി അവർ സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ അഭിമാനം സംരക്ഷിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് സംസാര സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള റെസ്ട്രിക്ഷൻ തന്നെയാണ്. അതാണ് ആർട്ടിക്കിൾ 19(2) പറയുന്നത്. ആർട്ടിക്കിൾ 19 സബ്സെക്ഷൻ 2 പറയുന്നത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീഡം ഉണ്ടല്ലോ, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആർട്ടിക്കിൾ 19 അതിൽ പറയുന്നതിനകത്തൊക്കെ ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ ആയിട്ട് ഇത് ആക്ട് ചെയ്യും. സംസാര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ വായി തോന്നുന്നതെല്ലാം ജുഡീഷ്യറിക്ക് എതിരായിട്ട് പറയാനുള്ള അവകാശം ആർക്കും ഇല്ല. ഓക്കെ, ആർട്ടിക്കിൾ 142 ഒക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് മുൻ വീഡിയോസിൽ. അതിലും കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന്റെ എലമെന്റ്സ് ഉണ്ട്. അതായത് എന്താ ആർട്ടിക്കിൾ 142 പറയുന്നത്? കംപ്ലീറ്റ് ജസ്റ്റിസ് തീർപ്പാക്കാൻ വേണ്ടി, പൂർണ്ണമായ നീതി നടപ്പാക്കാൻ വേണ്ടി സുപ്രീം കോടതിക്ക് പ്രത്യേകതരമായിട്ടുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കാം. അപ്പൊ അതിനകത്ത് കണ്ടംപ്റ്റ് ഉൾപ്പെടുന്നുണ്ട്. ഒരാൾ വളരെ മോശമായിട്ടുള്ള ഇതിൽ ജുഡീഷ്യറി കുറ്റപ്പെടുത്തുകയാണെങ്കിൽ ദേ ക്യാൻ യൂസ് ദിസ് ആർട്ടിക്കിൾ 142 അല്ലെ? നമ്മളിപ്പോ അടുത്ത കാലത്ത് കണ്ടിരുന്നു. പ്രസിഡന്റിന്റെ വീറ്റോ പവറിനകത്ത് ഞാൻ ചെയ്ത വീഡിയോയിൽ ഇതുമായി ലിങ്ക്ഡ് ആണ്. പ്രസിഡന്റിന്റെ വീറ്റോ പവർ എന്ന് പറയുമ്പോൾ പ്രസിഡന്റിന്റെ അധികാര പരിധിയാണ്. അപ്പൊ അതിൽ അടുത്ത കാലത്ത് സുപ്രീം കോടതി ഇടപെട്ടിരുന്നു. അത് ആർട്ടിക്കിൾ 142 ഉപയോഗിച്ചിട്ടാണ്. കാര്യം കംപ്ലീറ്റ് ജസ്റ്റിസ് നടത്താനായിട്ട് സുപ്രീം കോടതി എവിടെയും കയറി ഇടപെടാം. അപ്പൊ ഞാൻ വീഡിയോ ഒന്ന് കണ്ടാൽ മതി, നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോ ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് മീൻസ് ഇറ്റ് ഈസ് വിൽഫുൾ ഡിസോബയിങ് ഓർ ഡിസ്റെസ്പെക്ടിങ് എ കോർട്ട്. ഇപ്പൊ കോടതി ഉത്തരവിടുകയാണ്, ആ കോടതി ഉത്തരവിനെ നമ്മൾ മനഃപൂർവ്വം ഡിസ്റെസ്പെക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഉത്തരവ് ഒബേ ചെയ്യാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, കോടതിയെ താഴ്ത്തി കിട്ടുന്ന രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആണ്. ആർട്ടിക്കിൾ 129 ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഡീറ്റെയിൽഡ് ഫ്രെയിംവർക്ക് കൊടുത്തിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷന് പുറത്തുള്ള നിയമത്തിലാണ്, സ്റ്റാറ്റ്യൂട്ടിലാണ്. ദാറ്റ് ഈസ് കോൺടെംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് 1971. ഇതിനകത്താണ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ സുപ്രീം കോർട്ടിലും ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ്, സുപ്രീം കോർട്ട് റൂളിംഗ്സ് ഉണ്ട്, 1975 റൂളിംഗ്സിലും ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ബേസിസിൽ ഈ പറയുന്ന കോണ്ടെക്സ്റ്റുകളുടെ ബേസിസിൽ നമുക്ക് കോടതി ഇലക്ഷൻ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിനെ രണ്ടായി തരംതിരിക്കാം. ദാറ്റ് ഈസ് സിവിൽ കണ്ടംപ്റ്റ് ആൻഡ് ക്രിമിനൽ കണ്ടംപ്റ്റ്. സിവിൽ കണ്ടംപ്റ്റ് എന്ന് വെച്ചാൽ എന്താ?
നമ്മൾ കോടതി ഉത്തരവിനെ വിൽഫുള്ളി ഡിസോബേ ചെയ്യുന്നു. ഇപ്പൊ കോടതി ഒരു കളക്ടർക്ക് ഉത്തരവിടുകയാണ്, ഒരു പർട്ടിക്കുലർ സ്ഥലം ഒഴിപ്പിക്കണമെന്ന് കളക്ടർക്ക് ഉത്തരവിടുന്നു. കളക്ടർ അത് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യാം? കളക്ടർക്കെതിരായിട്ട് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, കോടതി ലക്ഷ്യത്തിന് കേസ് കൊടുക്കുക. വിൽഫുൾ ഡിസോബീഡിയൻസ് ആണ്. പക്ഷെ ക്രിമിനൽ കണ്ടംപ്റ്റ് എന്താണ്? ഇത് വിൽഫുൾ ഡിസോബീഡിയൻസ് അല്ല, പകരം ഇത് ആക്റ്റീവായിട്ട് ചുമ്മാ കോടതി അങ്ങോട്ട് കയറി കടന്നാക്രമിക്കുന്നത്. ഇവിടെ ഇപ്പൊ ഒരു കോടതി പറഞ്ഞൊരു കാര്യം ചെയ്യാതിരുന്നാൽ അത് സിവിലാണ്, സിവിൽ കണ്ടംപ്റ്റ് ആണ്. പക്ഷെ അതിന് പകരം കോടതിയുടെ നടപടിക്രമങ്ങളെ അപകീർത്തിപ്പെടുത്തുകൊണ്ട് പത്രക്കുറിപ്പുകൾ ഇറക്കുക, അല്ലെങ്കിൽ സ്കാൻഡലൈസ് ചെയ്യുക, കോടതി എല്ലാം പ്രശ്നമാണ്, അങ്ങനെയൊക്കെ ചുമ്മാ അനാവശ്യമായിട്ടുള്ള രീതിയിൽ കോടതിയെ വിമർശിക്കുക, കോടതിയെ താഴ്ത്തിക്കെട്ടുക, അല്ലെങ്കിൽ കോടതിയുടെ ഒരു ഉത്തരവിനെ തടയാൻ ശ്രമിക്കുക. ഇപ്പം കോടതി ഒരു സ്ഥലം ഒഴിപ്പിക്കാൻ പറയുന്നു, ഒഴിപ്പിക്കാൻ ചെല്ലുന്ന ആൾക്കാരെ മറ്റാരും തടയുകയാണെങ്കിൽ അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. ഒബ്സ്ട്രക്റ്റിംഗ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, നീതി നടപ്പാക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള അനാവശ്യമായ ഇടപെടൽ ആര് നടത്തിയാലും അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. പിന്നെ ജുഡീഷ്യറി ഇൻസൾട്ട് ചെയ്യുക, അപ്പൊ അതൊക്കെ നമുക്കറിയാം. പണ്ട് ജുഡീഷ്യറി ശുംഭൻ എന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം വിളിച്ചപ്പോൾ കോടതി അദ്ദേഹത്തെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിനാണ് ശിക്ഷിക്കാൻ പോയത്. മനസ്സിലായല്ലേ? അപ്പൊ കേസ് സ്റ്റഡീസ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഇരിക്കും, അതുകൊണ്ട് പറയുന്നതാണ് ഇതൊക്കെ, അല്ലെ? അപ്പൊ ഒരിക്കലും നമ്മൾ അത്രയും ഡെറഗേറ്ററി ആയിട്ട് കോടതിയെ സമീപിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് കണ്ടംപ്റ്റ് ആവുന്നത്, എന്തൊക്കെയാണ് കണ്ടംപ്റ്റ് അല്ലാത്തത്? ഇതൊരു ഗ്രേ ഏരിയ ആണ്. ഇവിടെയാണ് പലപ്പോഴും കോടതി അവരുടെ അധികാരം മിസ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ വിമർശനം കോടതി നേരിടുന്ന ഈ ഒരു ഘട്ടത്തില. മനുഷ്യന് സംസാര സ്വാതന്ത്ര്യമുണ്ട്, അത് പ്രൊട്ടക്ട് ചെയ്യേണ്ട കോടതി തന്നെ ഈ രീതിയിൽ ഈ പറഞ്ഞ പോലെ ആൾക്കാരെ ശിക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? കാര്യം ഇതൊക്കെ നമ്മൾ ബ്രിട്ടീഷ് കോമൺ ലോ അണ്ടർ നിന്നൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളതാണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഒക്കെ. ബ്രിട്ടനിൽ ഇന്ന് ഇതില്ല. ഇന്നിപ്പം കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്നൊരു കോൺസെപ്റ്റ് ഇത് കൊണ്ടുവന്ന ബ്രിട്ടനിലില്ല. കാര്യം ഇവിടെ ഡെമോക്രസിയാണ് വരുന്നത്, ആൾക്കാരുടെ സംസാര സ്വാതന്ത്ര്യമാണ് വരുന്നത്. പക്ഷെ ഇന്ത്യയിൽ ഇപ്പോഴും കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഉണ്ട്. നമുക്ക് സിവിൽ സർവീസ് മെയിൻസിന്റെ പണ്ടത്തെ ഒരു ചോദ്യമായിരുന്നു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, കമ്പാരിസൺ ബിറ്റ്വീൻ ഇന്ത്യൻ ആൻഡ് ബ്രിട്ടീഷ് സിസ്റ്റം. ജുഡീഷ്യറിയുടെ കമ്പാരിസൺ ആണ് ചോദിച്ചിരുന്നത്. അപ്പം ഇന്ത്യ ബ്രിട്ടീഷ് സിസ്റ്റം കോപ്പി അടിച്ചാണ് ഇന്ത്യൻ ജുഡീഷ്യറിയെ വാർത്തെടുത്തിട്ടുള്ളത്. പക്ഷെ ബ്രിട്ടൻ ബഹുദൂരം മുന്നിലേക്ക് പോയി കഴിഞ്ഞു, അവരിപ്പം മറ്റ് പല പ്രോ ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ഇന്ത്യ ഇപ്പോഴും ആ ഒരു കൊളോണിയൽ ലെഗസിയാണ് ഫോളോ ചെയ്യുന്നതെന്നുള്ള ന്യൂസ് പേപ്പർ എഡിറ്റോറിയലാണ് ഉണ്ടായിരുന്നത്. അതിന്റെ കോണ്ടാക്സ്റ്റിലാണ് ആ ചോദ്യം വന്നത്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വെച്ച് വേണം അതിനെ ആൻസർ ചെയ്യാൻ. അവിടെ ഇല്ല, ഇവിടെ ഉണ്ട്. അവിടെ ഇല്ലെന്നല്ല, ഇവിടുത്തെ ഇതേ ഫോമിൽ അവിടെ ഇല്ല. യെസ്. അപ്പൊ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിനകത്ത് എന്തൊക്കെയാണ് എക്സെപ്ഷൻ, എന്തൊക്കെയാണ് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്? അതായത് മാന്യമായി ഫെയർ ക്രിറ്റിസിസം. ഇപ്പൊ ഇടയ്ക്ക് വെച്ച് നമ്മൾ ഒരു ന്യൂസ് കണ്ടിരുന്നു, ഒരു പോക്സോ കേസിൽ ഒരു പ്രതിയെ കോടതി വെറുതെ വിട്ടു. അതിനെ വിമർശിച്ചുകൊണ്ട് എന്താ പറയാ, പത്രങ്ങളിലൊക്കെ കുറിപ്പുകൾ വന്നിരുന്നു. അത് ന്യായമായ വിമർശനം തന്നെയാണ്. ജുഡീഷ്യറി, സുപ്രീം കോടതി അത് അംഗീകരിച്ചു. അപ്പോൾ വളരെ ഫെയർ ആയിട്ടുള്ള ക്രിറ്റിസിസം ജുഡീഷ്യറി അപ്രിഷിയേറ്റ് ചെയ്യും. മാന്യമായിട്ട് ന്യായപരമായിട്ട് ചെയ്യണം. പിന്നെ ആക്യുറേറ്റ് റിപ്പോർട്ടിങ്, കോടതിയുടെ കാര്യങ്ങൾ വളരെ ആക്യുറേറ്റ് ആയിട്ട് പത്രത്തിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കുഴപ്പമില്ല. അല്ലെങ്കിൽ ജുഡീഷ്യൽ ആക്ടുകൾ ഇന്നസെന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രസന്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പൊ ഈ ഒരു ക്ലാസ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന്റെ ബേസിസിലുള്ള ഒരു അക്കാഡമിക്കൽ ഡിസ്ക്ലോഷർ ആണ്. ഇതിനകത്ത് ഇതിന്റെ പോസിറ്റീവ്സിനെ പറ്റി നെഗറ്റീവ്സിനെ പറ്റിയും പറയുന്നുണ്ട്. പക്ഷെ ഒരു അടിസ്ഥാനമില്ലാതെ ജുഡീഷ്യറിയെ കുറ്റം പറഞ്ഞാലോ അത് പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവർക്കും ജുഡീഷ്യറി ആണല്ലോ ഒരു പേടി, റെസ്പെക്ടിന്റെ പുറത്തുള്ള ഒരു പേടിയാണ്. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെമോക്രസിയെ ഇങ്ങനെ താങ്ങി നിർത്തുന്നതിൽ ജുഡീഷ്യറിയുടെ പങ്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ വലുതാണ്. ലോകത്തിലെ ഏറ്റവും പവർഫുൾ ജുഡീഷ്യറി ഇന്ത്യയിലെയാണ്. അമേരിക്ക കഴിഞ്ഞാൽ ഇന്ത്യയിലാന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ റീസണബിൾ റെസ്ട്രിക്ഷൻ ആണ്. അപ്പൊ എന്താണ് ഇതിന്റെ കറണ്ട് അഫയർ സിഗ്നിഫിക്കൻസ്, എന്താണ് ഇതിന്റെ ആനുകാലിക പ്രസക്തി, പരീക്ഷയ്ക്ക് എങ്ങനെ ചോദ്യം വരാൻ പോകുന്നത്? അതാണ് ഈ ഒരു കേസ് നിങ്ങൾ പഠിക്കുക. നന്ദിനി സുന്ദർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഛത്തീസ്ഗഡ്. ഇതില് കോടതി ഒരു പ്രത്യേകമായ നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. അതായത് പാർലമെന്റോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറോ ഒരു നിയമം പാസ്സാക്കുകയും ആ നിയമം പണ്ടത്തെ കോടതി ഉത്തരവിന് എതിരാണെങ്കിൽ അതൊരിക്കലും കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് അല്ല. അതായത് പാർലമെന്റോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറോ പാസ്സാക്കുന്ന നിയമങ്ങൾ ഒരിക്കലും കോടതി അലക്ഷ്യത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ ഒക്കത്തില്ല എന്നാ പറയുന്നത്. ഇത് ലോജിക്കലാണ്. കാര്യം കോടതി എപ്പോഴും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്തിന്റെ ബേസിസിലാണ്? പാർലമെന്റും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും പാസ്സാക്കുന്ന നിയമത്തിന്റെ ബേസിസിലാണ് കാര്യങ്ങൾ നിശ്ചയിക്കുക, അല്ലെ? സപ്പോസ് പാർലമെന്റ് നിയമം, ഈ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ഒരിക്കലും വരില്ല. പണ്ട് ഒരു നിയമം ഉണ്ടാകുന്നിരിക്കട്ടെ, പച്ച ഷർട്ട് ഇട്ടിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ ബ്രൗൺ കളർ ഷർട്ട് ഇട്ടിട്ടുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്യണം. ഈ നിയമം പണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിൽ കോടതി കുറെ പേരെ ശിക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആ നിയമം ഇല്ല. അപ്പം കോടതിയുടെ പണ്ടത്തെ ജഡ്ജ്മെന്റിന് വിരുദ്ധമല്ല നിയമം. ഞാനിത് വെറും ലോക്കൽ എക്സാമ്പിൾ എടുത്തു വെച്ചിട്ടാണ് പറയുന്നത്, നിങ്ങൾ ഓർമ്മ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്.
പക്ഷെ അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയാൻ പറ്റും, ഒരിക്കലും ഇല്ല. കാരണം കോടതി വിധി നിശ്ചയിക്കുന്നത് പാർലമെന്റിന്റെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ നിയമത്തിന്റെ ബേസിസിലാണ്. അപ്പൊ ആ നിയമം മാറ്റാനുള്ള അധികാരവും പാർലമെന്റിന് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് ഉണ്ട്. അതുകൊണ്ട് ലെജിസ്ലേഷൻസ് കോൺട്രഡിക്ടറി ടു പ്രീവിയസ് കോർട്ട് ഓർഡേഴ്സ് കനോട്ട് ബി വ്യൂഡ് ആസ് കോണ്ടന്റ്. ഇതിന് വേറെയും പല ഡയമെൻഷൻസ് ഉണ്ട്, നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെയാണ് ജുഡീഷ്യൽ ഓവർ റീച്ച് അല്ലെങ്കിൽ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. കോടതി പലപ്പോഴും അവരുടെ അധികാര പരിധി വിട്ട് പ്രവർത്തിക്കുന്നു എന്നൊരു ആക്ഷേപമുണ്ട്. കോടതിയുടെ ഫംഗ്ഷൻ എന്താ? ഒരു സ്റ്റേറ്റിന് ജുഡീഷ്യറി ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ലെജിസ്ലേച്ചർ ഉണ്ട്. നിയമം നിർമ്മിക്കലാണ് ലെജിസ്ലേച്ചറിന്റെ പണി. ചില സമയം ജുഡീഷ്യറി നിയമം നിർമ്മിക്കും. നമ്മൾ കണ്ടിരുന്നല്ലോ പ്രസിഡൻഷ്യൽ വീറ്റോ പവർ, അതിലൊക്കെ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിനാണ്. പോക്കറ്റ് വീറ്റോ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഒരു ബില്ല് കൈ കിട്ടുകയാണെങ്കിൽ പ്രസിഡന്റിന് ഇൻഡെഫിനിറ്റ് ആയിട്ട് അതിൽ ആക്ഷൻ എടുക്കാതെ പോക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കാം. പക്ഷെ കോടതി ഒന്നും പറ്റത്തില്ല. നമ്മൾ ഒരു മാസത്തിനകം അല്ലെങ്കിൽ നിശ്ചിത ടൈം പീരീഡിനകം അതിനകത്ത് ആക്ഷൻ എടുക്കണമെന്ന് കോടതി പറഞ്ഞു. അത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലെജിസ്ലേഷൻ, നിയമനിർമ്മാണം തന്നെയാണല്ലോ. അത് ചെയ്യേണ്ടത് പാർലമെന്റ് ആണ്, പക്ഷെ അവിടെ ജുഡീഷ്യറി അത് ചെയ്തു. അപ്പോൾ നമ്മുടെ ഡൽഹിയിൽ ക്രാക്കർ ബാൻ, ദീപാവലിയുടെ സമയത്ത് പടക്കം പൊട്ടിച്ച് ഡൽഹി മൊത്തം പൊല്യൂഷൻ ആണ്. പിന്നെ ആഴ്ചകളോളം ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് ധൈര്യപ്പെടുവോ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കില്ലെന്ന് പറയാം? ആ പാർട്ടി പിന്നെ അടുത്ത ഇലക്ഷൻ ജയിക്കാൻ ഒക്കത്തില്ല, അല്ല അത് ഭയങ്കര റിലീജിയസ് സെന്റിമെന്റ്സ് ഉള്ള ഒരു ഇമോഷണൽ സംഭവമാണ്. പക്ഷെ കോടതി ഇടപെട്ടു. ആൾക്കാരുടെ ജീവനാണ് വലുത്, പടക്കം നിരോധിക്കുക ഡൽഹിയിൽ. അത് ലെജിസ്ലേഷൻ ആണ്, പക്ഷെ ചെയ്യുന്നത് ആരാ? ജുഡീഷ്യറിയാണ്. അതുപോലെ പലപ്പോഴും എക്സിക്യൂട്ടീവിന്റെ പണികളും ജുഡീഷ്യറി ചെയ്യാൻ, റൂൾസ് മേക്കിംഗ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ജുഡീഷ്യറി പലപ്പോഴും അവരുടെ അധികാര പരിധി വിട്ട് ഓവർ റീച്ച് ചെയ്യുന്നു എന്നൊരു ആക്ഷേപമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് കമന്റ് സെക്ഷനിൽ പറയാം. ജുഡീഷ്യറി, കാര്യം നമ്മൾ എപ്പോഴും UPSC ആണെങ്കിലും ഡിഗ്രി ലെവൽ PSC ഒക്കെ ആണെങ്കിലും പഠിക്കുമ്പോൾ ഒരു ഒപ്പീനിയൻ ഫോർമുലേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. പണ്ടത്തെ പോലെ തത്തമ്മയെ പൂച്ച പഠനം നമുക്ക് നടക്കത്തില്ല. ഇത്രയും ഒരു ഡേറ്റ വെച്ചിട്ട് നിങ്ങളുടെ ഒബ്സർവേഷൻ ജുഡീഷ്യൽ ആക്ടിവിസത്തിനെ സംബന്ധിച്ച്, ഓവർ റീച്ചിനെ സംബന്ധിച്ച് കമന്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ആഴത്തിലുള്ള ക്ലാസ്സുകൾക്കായി അടുത്ത ടോപ്പിക് ഏത് വേണമെന്ന് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. നിങ്ങൾ ഈ കോൺടെക്സ്റ്റിൽ ഹെൽപ്പ് ചെയ്യാൻ ധാരാളം ഫ്രീ ക്ലാസ്സസ് യൂട്യൂബിലും ടെലിഗ്രാം വഴി തരുന്നതാണ്. ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചസും ഈ കോൺടെക്സ്റ്റ് നിങ്ങൾ യൂസ് ചെയ്യാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, KAS അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ, 10th +2 ലെവൽ PSCക്ക് എക്സ്റ്റൻസീവ് ക്ലാസ് നമുക്കുണ്ട്. UPSCക്ക് നിലവിൽ ഫ്രീ ക്ലാസ്സസ് മാത്രമാണ് ഉള്ളത്. യൂട്യൂബിനകത്ത് പ്ലേലിസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്താൽ മതി. അപ്പോൾ ബി സ്ട്രോങ്, അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു, ബൈ.